ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ അബി ജയിലിൽ പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോണത്. പക്ഷെ നവ്യ അബിനെ വിട്ടുകൊടുക്കുന്നേ ഇല്ല. എന്റെ അബിനോട് എല്ലാവർക്കും അസൂയാണ്. തെറ്റ് ചെയ്ത ആദർശേട്ടനാണെങ്കിൽ എല്ലാവരും തലയിലെടുത്ത് നടക്കാണ്. എന്റെ അബി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെ അബിനെ അറസ്റ്റ് ചെയ്യണത്? നീയും നയനയൊക്കെ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയാട്ടോ. നമ്മുടെ നന്ദുവിനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നന്ദു പറഞ്ഞിട്ട്, ചേച്ചി ഞാൻ തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ചേച്ചിക്ക് അത് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാകും എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും തന്നെ നവ്യ സമ്മതിക്കുന്നില്ല. നോക്കിക്കോ, എന്റെ അബിനെ ഞാൻ പുറത്തു കൊണ്ടുവരും, എനിക്കറിയാം എന്റെ അബിനെ, അബി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് നന്നായിട്ട് അറിയാം അബി തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് അകത്ത് കിടക്കണേന്ന്. ശേഷം മുത്തശ്ശനോട് പറയണ്ട നവ്യ, മുത്തശ്ശ പ്ലീസ് മുത്തശ്ശ, മുത്തശ്ശനൊരു കോള് ചെയ്താൽ മതി, പോലീസുകാരെ അബിനെ വെറുതെ വിടും മുത്തശ്ശ, ഒന്ന് വിളിക്ക്. ഇല്ല മോളെ, ഈ കാര്യം ഞാൻ ചെയ്യില്ല. കാരണം അബി തെറ്റുകാരനാണ്. തെറ്റ് ചെയ്ത ഒരാളെ എന്തിനാ നമ്മൾ രക്ഷിക്കാൻ നോക്കണത്? മുത്തശ്ശ, ഇവര് പറഞ്ഞ പോലെ തന്നെ മുത്തശ്ശനും പറയാണോ? മുത്തശ്ശന്റെ കൊച്ചുമകനല്ലേ അബി, പ്ലീസ് മുത്തശ്ശ. അതോ മുത്തശ്ശന്റെ സ്വന്തം കൊച്ചുമക്കളായിട്ടുള്ള ആദർശേട്ടനെയും അതുപോലെ തന്നെ അനീനെ മാത്രമേ മുത്തശ്ശന് വിശ്വാസമുള്ളൂന്നുണ്ടോ? നവ്യെ, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ, സഹതാപേ ഉള്ളൂ. പക്ഷെ അബി അവൻ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ മോളെ. എന്തായാലും ഈ കേസ് കോടതിയിലെത്തോലോ, കോടതിയിലെത്തുമ്പോ നമുക്ക് നോക്കാം എന്തായാലും എന്നൊക്കെ പറയാട്ടോ. നവ്യ പറഞ്ഞിട്ട്, ആരും എന്റെ അബിനെ രക്ഷിക്കാനില്ല, ഞാൻ തന്നെ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുവാണ്. ശേഷം നന്ദുവായിട്ട് നല്ല രീതിയിൽ തന്നെ വഴക്കും വാക്കുതർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. അബീന്റെ അടുത്ത് നവ്യ വാക്ക് കൊടുക്കാണ്, അബി നീ വിഷമിക്കണ്ട, ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ഞാനുണ്ട്, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തു അബി, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയാട്ടോ. അബി, നവ്യ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ട് നവ്യ എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും നവ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാട്ടോ. ശേഷം നവ്യ മാസായിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തും, നിനക്ക് മുമ്പേ നിന്റെ നയന ചേച്ചീനെയും അതുപോലെ തന്നെ ആദർശേട്ടനെ മതിയല്ലോ, എന്റെ അഭിനയം മുമ്പേ നിനക്ക് കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നല്ലോ, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. ശേഷം നവ്യ നേരെ വക്കീലിനെ കാണാൻ വേണ്ടി പോകാണ്, അബീനെ പുറത്തിറക്കണമെന്ന് പറയാനായിട്ട്. അങ്ങനെ ഒരു വക്കീലിനെ കേസ് ഏൽപ്പിക്കുന്നുണ്ട്. അതേസമയം ജലജക്കാണെങ്കിൽ മോൻ ജയിലിൽ പോയതിലല്ല ടെൻഷൻ, ആ പാമ്പ് അതെവിടെ പോയി എന്ന് ആലോചിച്ചിട്ടാണ് നമ്മുടെ ജലജക്ക് ടെൻഷൻ കേട്ടോ. രാത്രി ഇവിടെ കിടന്നുറങ്ങാൻ തന്നെ പേടിയാവണു ഈശ്വര, എവിടെയെങ്കിലൊക്കെ മാറി നിന്നാൽ 2 ദിവസത്തേക്കെന്നൊക്കെ ജലജ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ജലജ ടെൻഷൻ കാണുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, അല്ല ജലജ നീ ആകെ ടെൻഷനിലാണല്ലോ ദേവയാനി പറയുമ്പോ, ഞാനെങ്ങനെ ടെൻഷനില്ലാതെ ഇരിക്കും, എന്റെ മകൻ ജയിലിലല്ലേ, ഒരു തെറ്റും ചെയ്യാതെ എന്റെ മകനെ പിടിച്ച് ജയിലിലാക്കിയില്ലേ, സത്യോട്ട് അതിനെ മാത്രമാണ് ടെൻഷൻ ആവണത്. അല്ല നീ ഇവിടേക്ക് എന്തോ പരതി നടക്കുന്ന പോലെ തോന്നി. ഞാൻ പരതി നടക്കാനോ? അതെ, നിന്റെ കമ്മലോ മാലയോ എന്തെങ്കിലും അഴിഞ്ഞു പോയോ ജലജെ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ദേവയാനി കേട്ടോ. എന്റെ ഒന്നും നഷ്ടപ്പെട്ടൊന്നുമില്ല, ചേട്ടത്തിക്ക് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ റൂമിലേക്ക് പോകാണ്ട്. രാത്രി ഒന്നും ജലജക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈശ്വര, എന്നാൽ ആ പാമ്പ് എവിടെ പോയി? ദൈവമേ, ആ കുരുത്തം കെട്ടവൻ എന്തായാലും രക്ഷപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും ജയിലിൽ പോയി കിടക്കണോണ്ട് അവനെ പാമ്പ് കൊത്തില്ലല്ലോ. എന്തായാലും പാമ്പ് എന്നെ തന്നെ കൊത്താൻ വന്നത്. ദൈവങ്ങൾക്ക് പാമ്പ് പാമ്പ് എന്തൊക്കെ പറഞ്ഞ ദൈവങ്ങളുടെ ഇതാണല്ലോ. അതുകൊണ്ട് നയനയുടെ കൂടെ തന്നെ ആ പാമ്പ് നിന്നു, അവളെ കൊത്തിയില്ല. ഇനി പകരം പാമ്പ് മിക്കവാറും എന്നെ മോനെയും കൊത്താൻ വേണ്ടി തന്നെ പകപോക്കാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇനി കട്ടിലടിയിലായിരിക്കോ എന്നൊക്കെ പറഞ്ഞ കട്ടിലടിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നൊക്കെ കേട്ടോ. അവിടെ ഒന്നും ഇല്ല. ഈശ്വരാ, അവനെ പോലെ പോലീസ് സ്റ്റേഷനിൽ പോയി കിടന്നെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് ഒന്ന് രക്ഷപ്പെടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ജലജ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പാമ്പ് എവിടെ പോയി, പാമ്പ് എവിടെ പോയി എന്നിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ കിടക്കാണ് ജലജ കേട്ടോ. ജലജ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പാമ്പ് ഇങ്ങനെ തല പൊക്കി ജലജയുടെ റൂമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ജലജക്ക് നല്ല സംശയമുണ്ട് തന്റെ റൂമിലുണ്ടെന്ന്. അങ്ങനെ നല്ല ഉറക്കം ഉറങ്ങാണ് ജലജ. നല്ല ഉറക്കത്തിൽ പെട്ടെന്ന് ജലജക്ക് കാലിലാരോ തോണ്ടുന്ന പോലെ തോന്നുക കേട്ടോ. ഇതെന്താ ഇത്, കൊതുകോ? ഈ വീട്ടിൽ അങ്ങനെ കൊതുകൊന്നും ഇല്ലല്ലോ. എന്താ ഇത് എന്ന് പറഞ്ഞിട്ട് പുതപ്പ് വെച്ചിട്ട് പിന്നെ പുതച്ച് കിടക്കാണ്. പിന്നെ ഒരു അനക്കമൊക്കെ കേൾക്കുന്നുണ്ട്. ഈശ്വര, എന്താ ഈ അനങ്ങണത് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും പാമ്പ്, അയ്യോ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒച്ചെടുക്കാണ്. അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ എന്ന്? പാമ്പോ ഇവിടെയോ, ഈ തറവാട്ടിലോ? പാമ്പ് പോയിട്ട് കൊതുക് പോലും ഈ തറവാട്ടിൽ ഉണ്ടാവില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോ, ഇല്ല അച്ഛനാ കണ്ടു, പാമ്പ് തന്നെയാ. പാമ്പോ? അങ്ങനെ വരാനൊരു ചാൻസ് ഇല്ല, നിന്റെ തോന്നലായിരിക്കും, നിന്നെക്കാളും വിഷപ്പാമ്പ് വേറെ ഉണ്ടാവില്ല എന്ന് ദേവയാനി പറയുമ്പോ, എടുത്ത് ഈ സമയത്താണ് തമാശ പറഞ്ഞത്. തമാശയല്ല, ഞാൻ കാര്യത്തിൽ തന്നെയാ പറഞ്ഞത്, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയണ്ട. നോക്ക്, നയന മോള് പ്രഗ്നന്റ് ആണ്, അവൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണം. നിന്റെ ഈ ഒച്ചപ്പാടും ബഹളവും കാരണം നയനക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇടത്തേക്ക് മോളുടെ ശരീരവും അതുപോലെ തന്നെ മോളുടെ ആരോഗ്യമൊക്കെ അല്ലേ വലുത്. അതെ, എനിക്ക് എന്റെ മോളുടെ ആരോഗ്യവും ശരീരവും തന്നെയാ വലുത്. കാരണം അവളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട സമയം ഇത്. ആദ്യത്തെ 4 മാസം കെയർ ചെയ്യണമെന്ന് നിനക്കറിയില്ലേ? പാമ്പ് കൊത്തി ഞാൻ മരിച്ചാൽ ഈ വീട്ടില് ആഘോഷമായിരിക്കും, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അകത്ത് കയറി പോവാണ്. എന്തായാലും ഞാൻ ഇന്ന് ഈ റൂമിൽ കിടക്കുന്നില്ല, അബിയുടെ റൂമിലെങ്ങാനും നവ്യയുടെ കൂടെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് നവ്യയുടെ അടുത്തേക്ക് പോവാണ്. അമ്മ എന്താ ഇവിടെ വന്നത്?
അല്ല മോളെ, എനിക്ക് ആ റൂമിൽ ഒറ്റ കിടക്കാൻ എന്തോ പേടി പോലെ. ആണോ? എങ്കിലൊരു കാര്യം ചെയ്തോ, അമ്മ വേണമെങ്കിൽ ഈ റൂമിൽ ഞങ്ങളുടെ കൂടെ കിടന്നോ എന്ന് പറയാണ്. വളരെ ഉപകാരം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂമിലേക്ക് കിടക്കുവാട്ടോ. അപ്പതേ പാമ്പ് ആ റൂമിലേക്ക് കയറി വരുന്നു. പക്ഷേ പാമ്പിന്റെ ഉദ്ദേശം വേറൊന്നല്ല, ജലജ തന്നെയാണ് കേട്ടോ. കാരണം പാമ്പെന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രതീകമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ജലജനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് പാമ്പ് വന്നിരിക്കുന്നത്. അന്ന് രാത്രി ജലജ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം ജലജ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ കുളിമുറിയിൽ പാമ്പ്, അവിടെ പാമ്പ്, ഇവിടെ പാമ്പ്. ജലജക്ക് തലക്ക് വട്ട് പിടിക്കാട്ടോ. ഇവൾക്ക് ഇത് എന്ത് പറ്റി? ഏത് നേരം പാമ്പ് പാമ്പ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സത്യം പറ ജലജെ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോ, ഞാനോ? തെറ്റോ? എന്ത് തെറ്റ്? അല്ല, നീ ഇങ്ങനെ പാമ്പ് പാമ്പ് എന്നിട്ട് വല്ലാതെ പേടിച്ച് കരയുന്നുണ്ട്. അത് മാത്രല്ല, നിനക്കാണെങ്കിൽ ചെറിയ പനിക്കോളും ഉണ്ടല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. എനിക്ക് പാമ്പിനെ കാണുമ്പോ ആർക്കായാലും പേടിയല്ലേ, അത്രേ പേടി എനിക്കുള്ളൂ എന്ന് പറയാണ്. പക്ഷെ പാമ്പ് വിടുന്ന ലക്ഷണവും ഇല്ല കേട്ടോ. പാമ്പാണെന്നുണ്ടെങ്കിൽ ജലജക്കിട്ട് ജലജനെ കൊത്താൻ വേണ്ടി തന്നെ പാമ്പ് അവിടെ തന്നെ നിൽക്കാണ്. ശേഷം ജലജ പറഞ്ഞതല്ലേ, ആൾക്കാരെ വെച്ചിട്ടൊന്ന് നോക്കിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പാമ്പാട്ടിനെയൊക്കെ വിളിക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശൻ. പാമ്പുണ്ടെന്നുണ്ടെങ്കിൽ നോക്കണം, ഇനി പാമ്പ് ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പാമ്പാട്ടിയൊക്കെ പാമ്പിനെ ഊതി നോക്കുമ്പോഴേക്ക് പാമ്പ് പുറത്തിറങ്ങുന്നേ ഇല്ല കേട്ടോ. ജലജയുടെ റൂമിൽ തന്നെ അങ്ങനെ നിൽക്കാണ്. എന്താണ് ജലജന ഒരു ഇടിവെട്ട് പണി തന്നെയാണ് പാമ്പ് കൊടുക്കാൻ പോണത്. അതേസമയം നമ്മുടെ നന്ദു ആടുന്നുണ്ടെങ്കിൽ അബിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഏട്ടാ അബിയോട് പറയണ്ട്, എടാ അബി, നിന്നെ ഇതുപോലെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. എന്തോരം തെറ്റുകളാ നീ ചെയ്തത്. നീ അനഘേനെ കൊല്ലാൻ നോക്കിയല്ലേ, അതിന് നിനക്ക് നല്ല അടി വേണ്ടേടാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെയുള്ള പോലീസുകാരെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടൂടാ, നിന്നെ നല്ല രീതിയിൽ പെരുമാറാനായിട്ട്. അയ്യോ നവ്യെ, നന്ദു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദേ നീ ഇത് വേണമെങ്കിൽ എന്റെ ചേച്ചി നവ്യടുത്ത് വേണമെങ്കിൽ പറഞ്ഞോ, അവള് വിശ്വസിക്കായിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. നീ നോക്കിക്കോ, നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോയാലും ഒരാളും നിന്നെ രക്ഷിക്കാൻ വേണ്ടി വരില്ലടാ. ആ വരുന്ന ആളെക്കാൾ വലിയ വക്കീലിനെ ഞാൻ വെക്കും, നിനക്ക് തക്ക ശിക്ഷ വാങ്ങി തരും. പിന്നെ പല കേസുകളും ഞാൻ കുത്തിപ്പൊക്കും. നിനക്ക് എവിടെയൊക്കെ ഏതൊക്കെ പെണ്ണിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് വരെ ഞാൻ തെളിയിച്ചിരിക്കും. പ്ലീസ്, നിന്റെ ചേച്ചിയല്ലേ നവ്യ, നവ്യയുടെ കുടുംബജീവിതം നീ തകർക്കല്ലേ. ചേച്ചിയുടെ കുടുംബജീവിതം തകരാൻ പോണതില്ല. ചേച്ചിക്ക് കൂട്ടായിട്ട് ഒരു കുഞ്ഞുണ്ടല്ലോ. പിന്നെ അനന്തപുരിയിലെ എല്ലാവരും ഉണ്ട്. ചേച്ചി അവിടെ സന്തോഷമായിരിക്കും. നിന്നെ പോലത്തെ ഭർത്താവിന് കിട്ടിയതിലുള്ള വിഷമം മാത്രമേ ചേച്ചിക്ക് ഉണ്ടാവുള്ളൂ. ചേച്ചി സത്യങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ, എന്നെക്കാളും ദേഷ്യം ചേച്ചിക്കായിരിക്കും. ചേച്ചി ചിലപ്പോ ഇവിടെ സെല്ലിലേക്ക് കയറി വന്ന് നിന്നെ കൊല്ലാനും മടിക്കില്ല. അറിയാലെന്റെ ചേച്ചിയുടെ സ്വഭാവം. അതുകൊണ്ട് മര്യാദക്ക് എന്നെയായിട്ട് സഹകരിച്ച് സത്യങ്ങളൊക്കെ നീ തുറന്നു പറയുകയാണെങ്കിൽ നിന്നെ വേണമെങ്കിൽ കോടതി വിടുന്ന മുമ്പ് ഞാൻ നിനക്ക് കിട്ടുന്ന അടിയും ഇടിയൊക്കെ ഞാൻ വേണമെങ്കിൽ കുറയ്ക്കാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ, എന്നാ നല്ല അടി കിട്ടും എന്നൊക്കെ പറയാട്ടോ. എന്തായാലും നന്ദു നമ്മുടെ അബിനെ പൊരിച്ചടക്കാവുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാട്ടോ നമ്മൾ ഇനി കാണാൻ പോണത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.